റിജിലിപ്പോൾ മനു തോമസ് പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന ആളാണ്. CPM-വുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു. അതിൽ MV ജയരാജൻ്റെ വാർത്താ സമ്മേളനം, അതിനോടുള്ള പ്രതികരണവും നമ്മൾ കണ്ടതാണ്. പിന്നീട് പാർട്ടി സെക്രട്ടറിയേക്കാൾ മുകളിൽ നിന്നുകൊണ്ട് P. ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ആ പോസ്റ്റിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മനു തോമസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രതികരണം വരുന്നു. എന്താണ് കണ്ണൂരിൽ ഇടത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? സ്മൃതി, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്തിട്ട് വതിരിങ്ങ വാങ്ങിക്കുക എന്നുള്ളത്. യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. P. ജയരാജൻ എന്ന് പറയുന്ന CPM-ൻ്റെ നേതാവിൻ്റെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിലെ മറ്റ് രാഷ്ട്രീയ CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണങ്ങളും കുടുംബപരമായിട്ടുള്ള അവരുടെ സ്വത്ത് സമ്പാദനവും അത് ഉൾപ്പെടെയുള്ള പല വാർത്തകളും വരുമ്പോൾ ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും ഞാനൊരു വിശുദ്ധ പശുവാണ് എന്ന് അദ്ദേഹം ഉണ്ടാക്കിയൊരു മേലങ്കി ഇന്ന് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി അത് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം MV ജയരാജൻ ഏത് രൂപത്തിലാണ് മനു തോമസിനെതിരായി പറഞ്ഞതെന്നും അങ്ങനെയല്ല P. ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിപ്ലവ നായകൻ്റെ അന്ത്യം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ വിപ്ലവ നായകൻ്റെ അന്ത്യം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. P. ജയരാജൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണെന്ന് മനു തോമസിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഇന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. P. ജയരാജൻ്റെ മകനാണ് റെഡ് ആർമിയുടെയും സ്വർണ്ണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുക്കുന്നതിൻ്റെയും പിറകിലെന്നും അതിൻ്റെ കൊട്ടേഷൻ സംഘത്തിനകത്ത് പ്രവർത്തിക്കുന്നവനാണെന്നും DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ച പാർട്ടി ഒരു തരത്തിൽ നടപടിയെടുക്കാതെ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മാഫിയ പ്രവർത്തനം നടത്തിയിട്ടോ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തിയിട്ടോ അങ്ങനെ ഒന്നുമില്ലാതെ താൻ ഉന്നയിച്ച തൻ്റെ കൃത്യമായ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് നേതാക്കന്മാർ വഴിവിടച്ചു പോവുകയും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി അറിയിച്ചതിൻ്റെ പേരിൽ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അവസാനം അതിനകത്ത് സ്വയം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ സ്മൃതി. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇരിക്കുമ്പോൾ ഇന്ന് മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് 2 കാര്യം പറയുന്നുണ്ട്. എടിയന്നൂരും അതോടെ ഒഞ്ചിയവും വിപ്ലവമായിരുന്നില്ല, അത് വൈകൃതമായിരുന്നു. യഥാർത്ഥത്തിൽ എടിയന്നൂരിലെ ഞങ്ങളുടെ സഹപ്രവർത്തന ഷുഹൈബിൻ്റെ മരണ വാറണ്ടിൽ ഒപ്പുവെക്കാൻ P. ജയരാജൻ അത് തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് മുതൽ ഷുഹൈബിൻ്റെ കൊലപാതകം നടന്നതിന് ശേഷം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്. അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ആ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ നടത്തിയ പല കാര്യങ്ങളും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കംസൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? 7 മക്കൾ, സഹോദരിയുടെ 7 മക്കളും കൊന്നതിന് ശേഷം 8ാമത്തെ കുട്ടിയെയും കൊല്ലാൻ കംസൻ പോകുന്നുണ്ട്. അത് പെൺകുട്ടിയായിട്ട് പോലും ആ കുട്ടിയെ കൊല്ലുമ്പോൾ ആ കുട്ടി കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി ഒരു അശരീര രൂപത്തിൽ പറയുന്നു, അരേ ദുരാചാരമുരത്ത കംസ, പരാക്രമം സ്ത്രീകളോടല്ലേ വേണ്ടു, തവാന്തകൻ ഭൂമി തലേ പിറന്നിരിക്കുന്നു, ജവന്തി സർവത്ര തിരഞ്ഞുകൊള്ളുക എന്നുള്ള അശരീരി പോലെ ഇന്നത്തെ പൊളിറ്റിക്കൽ കംസനായ ആ ജയരാജനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിരപരാധിയായ ഷുഹൈബിനെ 41 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ജയരാജ, താങ്കളുടെ രാഷ്ട്രീയ അന്ത്യം ആരംഭിക്കുകയാണ്. ആ ഷുഹൈബിൻ്റെ കൊലപാതകത്തിന് ശേഷം ജയരാജൻ കൗണ്ട് ഡൗൺ ആണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ എല്ലാ തലത്തിലും ജയരാജൻ കൗണ്ട് ഡൗൺ ആണ്. ഇന്ന് ജയരാജൻ്റെ മുഖപടമാണ്. ജയരാജൻ ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണെന്നും ജയരാജൻ ഈ പാർട്ടിയെ വെച്ച് പണമുണ്ടാക്കുന്നവനാണെന്നും ജയരാജൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പണം പറ്റുന്നവനാണെന്നും ജയരാജൻ കോറി മാഫിയയിൽ നിന്ന് പണം പറ്റുന്നവനാണെന്നും ഒരു DYFIയുടെ നേതാവ് വിളിച്ചു പറയുമ്പോൾ ജയരാജൻ്റെ യഥാർത്ഥത്തിലെ രാഷ്ട്രീയത്തിൻ്റെ അവസാനമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. Debate with Smriti Parithikad.